ഹലോ, നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായി ചില്ലി ഫ്ലേക്സും രണ്ടാമത് ഒരു പുളി ചട്നിയുമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇതാ ഒരു 30 ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വറുത്തിട്ട് വരാം. ഇത് നമ്മൾ ആദ്യം ആക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അതിൻ്റെ മുളകിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് ഇപ്പം നമുക്കൊന്നിത് വറുത്തെടുക്കാം. നമുക്ക് മുളകൊന്ന് വറുത്തെടുക്കാം. അതിനായി സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിലേക്ക് ഈ മുളക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ വറുത്ത് ആയി. നമുക്കൊന്ന് ലേശം തണിയായി വറുത്ത മുളക് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ കുരു ഇതാ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ജാർ എടുത്തിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുരു ഇതിലിടരുത്. നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇത് ജാറിലേക്കിട്ട് ഇപ്പം നല്ലെണ്ണം നല്ല പൊടിച്ച് കൊണ്ടുവരാം. നമുക്ക് ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി പൊടിച്ചെടുക്കാം. ഇപ്പോഴിത് തണിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി നല്ലോണം പൊടിച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ലവണ്ണം പൊടിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മാറ്റി വെച്ച കുരുവും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഒരു ചെറിയ പുളിച്ചട്നിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു 4 വറ്റൽമുളക്, ഒരു പുളി ചട്നിക്കായിട്ട് ഞാൻ എടുത്തത് ഒരു 5 വറ്റൽമുളക്, ഒരു നെല്ലിക്ക വണ്ണത്തിൽ പുളി, ഉള്ളി, ഒരു 4 വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, ഒരു സ്പൂണ് വെളിച്ചെണ്ണ. ഇത്രയുമാണ് പുളിച്ചട്നീൻ്റെ സാധനങ്ങൾ. നമുക്ക് ആദ്യമായിട്ട് ഉള്ളി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ അരച്ചെടുത്തിട്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി ഉള്ളി നല്ലവണ്ണം അരച്ചിട്ടെടുക്കാം. ഉള്ളി നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ പുളിയും. പുളി പകുതിയായി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം.
നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ മുളക് കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇത് നല്ലപോലെ അരഞ്ഞിട്ട് വേണം എടുക്കാൻ. അതിൻ്റെ കൂടെ നമുക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൽ കൂടെ സാധനങ്ങൾ അധികം ഉണ്ടെങ്കിൽ 1 സ്പൂണും കൂടി 2 സ്പൂൺ ആയാലും കുഴപ്പമില്ല. നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇതൊന്നുകൂടി തട്ടിക്കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ച് കൊടുക്കാം. ഇതാ ഇവിടെ നമ്മളെ പുളിച്ചട്നി തയ്യാറായി. ഇതാ നമ്മുടെ പുളിച്ചട്നി ഇവിടെ റെഡി ആയിരിക്കുന്നത്. നല്ലതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടണം. ഇതാ ഇപ്പോഴും നമ്മളുടെ പുളിച്ചട്നി ഇവിടെ തയ്യാറായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മളെ പുളിച്ചട്നി ഇവിടെ റെഡി.